Welcome to Garam Masala, the magic spices of cooking. Nenthrapazham patthiri. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം പത്തിരി റെഡിയാക്കി എടുക്കാം. വളരെ ഈസിയായി റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയുമാണിത്. നേന്ത്രപ്പഴത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ പത്തിരിയും ഇഷ്ടപ്പെടും. നല്ലൊരു ഈവനിങ് സ്നാക്കായും അതുപോലെ തന്നെ നല്ലൊരു ഇഫ്താർ ഡിഷായും സെർവ് ചെയ്യാവുന്നതാണിത്. നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ നന്നായി പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴത്തെ നന്നായി മാഷ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയോ ചെയ്യണം. ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത നേന്ത്രപ്പഴമാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ശർക്കര ചേർക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് നല്ല ജീരകം വറുത്ത് പൊടിച്ചെടുത്തത്, 1-2 പിഞ്ച് ഉപ്പ് ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരമായി പുട്ടുപൊടിയും ചേർക്കാം. പുട്ടുപൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഇത് നന്നായി വരും. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ അരച്ചെടുത്ത നേന്ത്രപ്പഴം കൊണ്ട് തന്നെ നമുക്കിതിനെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ആവശ്യമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നന്നായി കുഴച്ചെടുക്കണം ഇതിനെ. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവിനെ നമുക്ക് 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് നേന്ത്രപ്പഴം പത്തിരി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പത്തിരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരൽപ്പം എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തടവിയെടുക്കാം. ഇനി നമ്മുടെ മാവിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുക്കാം. ഇതിനെ നന്നായി റോൾ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി പ്രസ് ചെയ്യണം. കഴിഞ്ഞത്ര പ്രസ് ചെയ്തെടുക്കാം. കാരണം ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നന്നായി പൊങ്ങി വരും. നമ്മുടെ ഒരു പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത പത്തിരി റെഡിയാക്കാം. കുറച്ച് മാവ് എടുക്കാം, നന്നായി റോൾ ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് പ്രസ് ചെയ്യാം. ഇതിനെ നമുക്ക് എണ്ണയിലോട്ട് മാറ്റാം. ഇതുപോലെ ഓരോ പത്തിരിയായി റെഡിയാക്കി നമുക്ക് എണ്ണയിലോട്ട് മാറ്റാം. ഞാൻ ഒരു സമയം 4 പത്തിരിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ പത്തിരി പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിടാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാകണം. അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം പത്തിരി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് ഇതിനെ നമുക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരികൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ നേന്ത്രപ്പഴം പത്തിരി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. നേന്ത്രപ്പഴത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.